ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ക്ഷീണവും തളർച്ചയും അതേപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അകറ്റാനായിട്ട് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു മൂഡ് ഓഫ് ആയിരുന്നു. അതുപോലെ അത്യാവശ്യം ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ അതൊന്നും വകവെക്കാതെ നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ ഇന്നത്തെ ദിവസം ഇരിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് നമ്മുടെ ഒരു റെമഡി നമ്മുടെ കയ്യിലുള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാർക്കൊക്കെയാണ് ഗുണം ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെറിയ തലകറക്കം അല്ലെങ്കിൽ ശരീരവേദന, കൈകാൽ കഴപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കും അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ നന്നായിട്ടുള്ളവർക്കും എല്ലാവർക്കും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഈന്തപ്പഴമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ക്ഷീണമൊക്കെ ഇടയ്ക്ക് ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈന്തപ്പഴം വാങ്ങിച്ച് വയ്ക്കുക. ഞാനിത് ഒരു ടിന്നിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ചെറിയൊരു നനവുള്ളത്. അപ്പോൾ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാനും പറ്റും, നല്ല ഫ്രഷായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഈന്തപ്പഴം നമ്മുടെ ഹിമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഹിമോഗ്ലോബിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ, തളർച്ചയും ക്ഷീണവും ഒക്കെ അനുഭവപ്പെടാം. അതേപോലെ തന്നെ ഉറക്കക്കുറവ് ഉണ്ടാവാനായിട്ടും സാധ്യതയുണ്ട്. അപ്പോൾ ഈന്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കക്കുറവെല്ലാം മാറിയിട്ട് രാത്രി നന്നായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഇതുപോലുള്ള ടിപ്സുകൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ദേ ഇത്രയും പുളി ഞാൻ ഇന്നിപ്പോൾ രാവിലെ എണീറ്റിട്ട് നന്നാക്കി എടുത്തതാണ്. അപ്പോൾ ഇനി ഉണക്കാനായിട്ട് വയ്ക്കണം. അപ്പോൾ നമ്മൾ ഈന്തപ്പഴമൊക്കെ കുരു കളഞ്ഞ് വെക്കുന്നുണ്ട്. പീരീഡ്സിൻ്റെ സമയത്തുള്ള വേദന, അതിനു മുമ്പുള്ള ബുദ്ധിമുട്ട്, ഇതേപോലെ തന്നെ ക്രമം തെറ്റിയ ആർത്തവം, ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഇതേപോലെ ഡേറ്റ്സ് ഇന്നിപ്പോൾ നമ്മൾ കാണിക്കുന്ന രീതിയിൽ കഴിക്കുകയാണെങ്കിൽ അതിനെല്ലാം നല്ല തന്നെ ആശ്വാസം കിട്ടുന്നതാണ്. അപ്പോൾ ഇനിയാണ് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മൾ ഈന്തപ്പഴം കുരു കളഞ്ഞത് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ആ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കൂടി ചേർത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വേണം ഇത് കഴിക്കാനായിട്ട്. ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ് നമ്മൾ തയ്യാറാക്കി കൊണ്ടുവരുന്നത്. ഡ്രിങ്ക് മാത്രമല്ല, ആ വെള്ളം മാത്രമല്ല, ആ ഫുൾ ഈന്തപ്പഴം കൂടി കഴിക്കാൻ കേട്ടോ. ഒരു പ്രത്യേക ഫീലാണ് ഇത് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ഓരോരുത്തരും എങ്ങനെയാണ് കഴിക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് കഴിക്കേണ്ടത് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ കുറച്ച് ഗുണങ്ങൾ നോക്കാം. ഇതിൽ ധാരാളം വൈറ്റമിൻസും അതേപോലെ തന്നെ പോഷകങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, മഗ്നീഷ്യം ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഫൈബറുകൾ ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കുമ്പോൾ അത് പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കുകയും ഫൈബറുകളൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിന് ആഗിരണം ചെയ്യാനായിട്ട് നല്ലതാണ്. നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ മദ്യപാനം മൂലമുള്ള ഹാങ് ഓവറൊക്കെ മാറാനായിട്ട് ഇത് നമ്മളിങ്ങനെ കുതിർത്ത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കുടിക്കുന്നത് നല്ലതാണ്. പല്ലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണിത്. ഇപ്പം ഞാനിത് കഴിച്ചത് ആഹാരത്തിന് മുമ്പാണ്, വെറും വയറ്റിലാണ് കഴിച്ചത്. അപ്പോൾ ക്ഷീണവും തളർച്ചയൊക്കെ മാറാനാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ കഴിക്കാം. ഇപ്പോൾ ഹിമോഗ്ലോബിൻ്റെ അളവ് കുറവുള്ളവരാണെങ്കിൽ ഉച്ചഭക്ഷണത്തിന് ശേഷം കഴിക്കുക. അതേപോലെ നല്ല ഉറക്കം കിട്ടാനൊക്കെ ആണെങ്കിൽ വൈകുന്നേരം കഴിക്കുന്നത് ഗുണം ചെയ്യും. അതേപോലെ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് മിൽക്ക് ഷേക്ക് പോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഈ ഒരു രീതിയിലാണെങ്കിലും ഡേറ്റ്സ് കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.